PC ജോർജ്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, വേദിയിലും സഹസ്രഭൂഷണരായിട്ടുള്ള നേതാക്കളെ, സഹപ്രവർത്തകരെ, ഞാനൊരു പ്രസംഗത്തിന് വേണ്ടി വന്നതല്ല. ഇവിടെ വരിക എന്നുള്ളത്, ഞാൻ എവിടെയാണെങ്കിലും എൻ്റെ മനസ്സ് പൂഞ്ഞാറ്റിലാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഓടിയിടം വരെ വന്നത്. അവിടുന്ന് ഞാൻ യഥാർത്ഥത്തിൽ മുങ്ങിയതാണ്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊള്ളാം. ഇങ്ങനെയൊരു സാഹചര്യം, ഞാനും അപ്പനും ഒരുമിച്ച് മത്സരിക്കുന്നൊരു സാഹചര്യം ഒഴിവാക്കണമെന്ന് എൻ്റെ പാർട്ടിയോട് ഞാനും ആവശ്യപ്പെട്ടിരുന്നു, എൻ്റെ പിതാവ് ആവശ്യപ്പെട്ടിരുന്നു. പപ്പ മത്സരിക്കുകയാണെങ്കിൽ ഞാൻ മത്സരിക്കേണ്ട, ഞാൻ മത്സരിക്കുന്നുണ്ടെങ്കിൽ പപ്പ മത്സരിക്കേണ്ട എന്ന തീരുമാനമായിരുന്നു ആദ്യം എടുത്തിരുന്നത്. പക്ഷേ പാർട്ടി ഞങ്ങളോട് പറഞ്ഞ ഒരു കാര്യം ഇപ്പോൾ പറഞ്ഞ പോലെയാണ്. അപ്പനും മകനും വീട്ടിലാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ രണ്ട് പ്രവർത്തകരെന്ന നിലയിൽ ഒരാൾ നാഷണൽ കൗൺസിൽ അംഗവും ഒരാൾ പാർട്ടിയുടെ സംസ്ഥാന കോർ കമ്മിറ്റി അംഗമാണ്. മത്സരിക്കുക എന്ന് പാർട്ടി പറഞ്ഞാൽ അനുസരിക്കുക എന്നുള്ളത് മാത്രമേ നിങ്ങൾക്ക് കർത്തവ്യമുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആ അനുസരണയുള്ള രണ്ട് വ്യക്തികളായി ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടി മാറിയതാണ്. ഞാൻ ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, ഈ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആത്മവിശ്വാസമുള്ളൊരു കാര്യം, ഇന്ന് ഈ മുന്നണിയുടെ, ഇപ്പോൾ തുഷാർജി സൂചിപ്പിച്ചു, ഈ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു വലിയൊരു കെട്ടുറപ്പും ഏതൊരു സാധാരണക്കാരനും വിശ്വാസമുള്ള ഒരു സംവിധാനത്തിലേക്ക് NDA എന്നുള്ള സംവിധാനം വളർന്നു എന്നുള്ളതാണ്. അതിന് ഏറ്റവും മുഖ്യമായി എടുത്തു പറയാനുള്ളത് ഇതിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികൾ തന്നെയാണ്. ശ്രീ രാജീവ് ചന്ദ്രശേഖർ, ഈ പാർട്ടിയുടെ, ഈ മുന്നണിയുടെ ചെയർമാനായ ശ്രീ രാജീവ് ചന്ദ്രശേഖർ, ഈ മുന്നണിയുടെ കൺവീനറായ ഇന്ന് നമ്മുടെ ഉദ്ഘാടകനായ തുഷാർ വെള്ളാപ്പള്ളി, ഈ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ശ്രീ ജോർജ് മാത്യു ഉൾപ്പെടെ ശ്രീ സാബു ജേക്കബ് ഉൾപ്പെടെയുള്ള സമരാധിരാ നേതാക്കൾ, ഇവരാർക്കും കേരളം വിട്ട് വീട്ടിൽ കഞ്ഞി കുടിക്കേണ്ട ഗതികേടുള്ളവരല്ല എന്നുള്ളതാണ് ഈ മുന്നണിയുടെ ഏറ്റവും വലിയ പരിവേഷം. നമുക്കെല്ലാവർക്കും പറയാം, ഇവരോരോരുത്തരും അവരവരുടെ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച് ഈ നാടിനെ സേവിക്കാൻ വേണ്ടി പുറത്തിറങ്ങി വന്നവരാണ്. നമുക്ക് ഈ നാട്ടിൽ കഴിഞ്ഞ 2021 പൂഞ്ഞാറെന്ന പേര് ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ ജനിച്ചത് 1982-ലാണ്. ഞാൻ 1982 ജനിക്കുമ്പോൾ അന്ന് PC ജോർജ് MLA ആണ്. അന്നും PC ജോർജ് പൂഞ്ഞാർ MLA ആണ്. അന്നു മുതൽ ഇന്ന് വരെയും പൂഞ്ഞാറെന്ന വാക്ക് കേൾക്കാതെ ഒരു ദിവസവും എൻ്റെ ജീവിതത്തിൽ കടന്നു പോയിട്ടില്ല. കാരണം പൂഞ്ഞാർ എന്ന പേരിനോട് ചേർത്ത് വായിക്കാൻ PC ജോർജ് എന്ന നാമമല്ലാതെ മറ്റൊരു നാമവും പൂഞ്ഞാറിനോട്